ഹലോ, ഇന്നത്തെ വീഡിയോ ക്രോഷ്യ സ്റ്റാർ മേക്കിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ അക്രിലിക്കിൻ്റെ യാണും അതുപോലെ തന്നെ 4mm ഹുക്കും ഒരു സിസേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാർ മേക്ക് ചെയ്യാനായിട്ട് ആദ്യം സ്ലിപ്പ് നോട്ട് ഇടണം. അതിന് ഞാൻ എൻ്റെ ഈ ഒരു ഫിംഗറിൽ ഇതുപോലെ എക്സ് ഷേപ്പിൽ യാണിനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചുറ്റിയ യാണിൻ്റെ അടിയിലൂടെ ഹുക്കിനെ കടത്തി രണ്ടാമത്തെ യാണിനെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതാണ് സ്ലിപ്പ് നോട്ട്. എന്നിട്ട് നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്ത് ചെറിയൊരു ലൂസിൽ വേണം ചെയ്യാനായിട്ട്. സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ആദ്യം യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ആ ഒരു ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ 6 എണ്ണമാണ് ചെയ്യേണ്ടത്. നമ്മൾ ഹുക്കിനെ യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ആ ഒരു ലൂപ്പ് കൂടെ എടുക്കുക. അപ്പോൾ നമുക്കൊരു വി ഷേപ്പിലാണ് കിട്ടുക. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇവിടെ 6 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിലേക്ക് നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഹുക്കിൻ്റെ മുകളിലുള്ള ആ ഒരു ലൂപ്പിൽ കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു റൗണ്ട് ഫോം ചെയ്യും. ഇനി നമ്മൾ ഈ സെൻറ്ററിലുള്ള ഹോളിൽ കൂടെയാണ് നെക്സ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 14 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. അപ്പോൾ ചെയിൻ 3 വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെൻറ്ററിലേക്ക് 14 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ആ സെൻറ്ററിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 3 ലൂപ്സ് കിട്ടും. ഇനി നമ്മൾ ഈ 3 ലൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് രണ്ടാമത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ബാക്കി 13 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ബിഗിനേഴ്സിനൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു സ്റ്റാർ. കാരണം ഇതിൽ ഒട്ടുമിക്ക ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാർ മേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊക്കെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 14 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള 3 ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിനിൻ്റെ അപ്പുറത്ത് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, ആ ഒരു സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമെന്ന് വേണ്ട, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തെടുത്ത് ഇതുപോലെ പുൾ ത്രൂ ചെയ്തിട്ട് നമ്മൾ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി ആ സെൻറ്ററിലുള്ള ഹോളിനെ ഒന്ന് ചെറുതാക്കാനായിട്ട് നമ്മൾ ആ സ്ലിപ്പ് നോട്ടിൻ്റെ ആ ഒരു യാൺ ഉണ്ടല്ലോ, അതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു സെൻറ്ററത്തെ ഹോളിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് സ്റ്റാറിൻ്റെ പെറ്റൽസ് ചെയ്യാനായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം. അപ്പോൾ ഞാനിവിടെ 5 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 5 ചെയിൻ ചെയ്തതിന് ശേഷം നമ്മളെ ഹുക്ക് നിൽക്കുന്ന ഒരു ചെയിനില്ലേ, അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ടാമത്തെ ചെയിനിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഹുക്കിൻ്റെ രണ്ടാമത്തെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹുക്കിനെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തു യാൺ ഓവർ ചെയ്ത് എടുക്കുക. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ഇതുപോലെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്, അതായത് HDC. യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക,
ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിവിടെ 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിനിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്തെടുക്കുക. 3 ലൂപ്പ് കിട്ടും. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ ഹുക്കിനെ വലിച്ചെടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിൽ കൂടെ എടുക്കുക. അപ്പോൾ ഇതുപോലെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഹുക്കിൽ 2 തവണ യാണിന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇതുപോലെ 4 ലൂപ്പാണ് കിട്ടുക. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് നെക്സ്റ്റ് ലൂപ്പിൽ കൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് നെക്സ്റ്റ് ലൂപ്പിൽ കൂടെ എടുക്കുക. ഇതുപോലെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പെറ്റലിനെ ഇവിടെ ക്ലോസ് ചെയ്യാനായിട്ട് ഈ കാണിക്കുന്ന 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പെറ്റലിനെ അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആ ഒരു ചെയിനിൻ്റെ അടിയിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ലൂപ്പിൽ കൂടെ എടുക്കുക. അപ്പോൾ അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫസ്റ്റ് പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇനി 4 പെറ്റൽസും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ ഒരു കോൺ ഷേപ്പ് കിട്ടിയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പെറ്റൽ ചെയ്യാനായിട്ട് വീണ്ടും 5 ചെയിൻ ചെയ്ത് കൊടുക്കുക. 5 ചെയിൻ ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ആ ഒരു ലൂപ്പിൽ കൂടെ എടുക്കുക. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4, ചെയിൻ 5. അങ്ങനെ 5 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ഈ ഒരു സ്റ്റെപ്പ് തന്നെ ചെയ്യുക. ഹുക്കിൻ്റെ 2ാമത്തെ ചെയിനിലേക്ക് ആദ്യം സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്തെടുക്കുക. 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൽ കൂടെ എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കിട്ടി. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് ചെയിനിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പ് കൂടെ എടുക്കുക. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്തെടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2ാമത്തെ ലൂപ്പിൽ കൂടെ എടുക്കുക. ഇനി നമുക്കൊരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ഹുക്കിൽ യാണിന് 2 തവണ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്ത് എടുക്കുക. 4 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2ാമത്തെ ലൂപ്പിൽ കൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 3ാമത്തെ ലൂപ്പിൽ കൂടെ എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പെറ്റലിനെ ക്ലോസ് ചെയ്യാനായിട്ട് വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് 3ാമത്തെ ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്രിലിക് ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഷേപ്പ് നല്ല വിചാരിച്ച് നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല വൃത്തിയിൽ വരണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു ആക്രിലിക്കിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ ഒരു റൗണ്ടും ക്ലോസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ഫുൾ ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഒന്നാമത് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം എനിക്ക് കുറച്ച് ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ സെയിം പാറ്റേൺ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് ചെയ്യുക. ബാക്കി ചെയ്തിട്ട് കാണിക്കുക കേട്ടോ. ചെയ്യുന്നത് നല്ല വൃത്തിക്ക് നല്ല പെർഫെക്ഷനിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക.
ആദ്യം ഇതിന് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ക്രോഷ്യ ചെയ്യാനായിട്ട് പറ്റും. ഇനി ലാസ്റ്റ് ഒരു പെറ്റലും കൂടെ ചെയ്യാം നമുക്ക്. പെറ്റലും കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനെ ക്ലോസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാറിൻ്റെ എല്ലാ സ്റ്റിച്ചും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു യാണ്, നമ്മൾ വർക്കിംഗ് യാണിനെ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. നല്ല അടുപ്പിച്ച് കട്ട് ചെയ്യാതെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കതിൽ ബാക്കി വരുന്ന യാണിനെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ഒന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ നമ്മൾ യാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നില്ലെങ്കിൽ നീഡിൽ വെച്ചിട്ട് തുന്നി കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഹുക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനു മുൻപേ നമ്മൾ ഈ ഒരു യാണിനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് യാൺ ഓവർ ചെയ്തെടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ യാണിനെ ഒന്ന് ബാക്കിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ യാണൊക്കെ അഴിഞ്ഞു പോരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ യാണിനെ അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നീഡിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ യാണിനെ ഒന്നിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റാറിൻ്റെ ബാക്കിലത്തെ ഓരോ സ്റ്റിച്ചിലേക്കും ഈ ഒരു യാണിനെ ഒന്ന് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ വർക്ക് ചെയ്യുമ്പോഴും ഇതുപോലെയാണ് ചെയ്യുക. നമ്മൾ യാണിൻ്റെ അറ്റം വെച്ച് കട്ട് ചെയ്യരുത്. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ട് കട്ട് ചെയ്തിട്ട് അതിനൊന്ന് അവിടെ സേഫായിട്ട് ഒന്ന് തുന്നി കൊടുക്കുക. അപ്പം നമ്മൾ ഇപ്പോൾ ഡ്രസ്സ് ചെയ്യുകയാണെങ്കിലും ഒക്കത്തിലും നമ്മൾ യാണൊന്നും പെട്ടെന്ന് അഴിഞ്ഞു പോരാതിരിക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാർ മേക്കിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഈസി ആയിട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയലൊക്കെ ഇനിയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് വീഡിയോ ഇടാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. തുടക്കത്തിൽ തന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിച്ചസൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഈസി ആയിട്ട് പിന്നെ വലിയ വലിയ ഐറ്റംസൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് പഠിക്കുക. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇപ്പോൾ ഓരോ വീഡിയോ കണ്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓരോ സ്റ്റിച്ചും എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.